ഈ ഒരു കുഞ്ഞൻ സാധനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി നമുക്കൊന്ന് സ്മാർട്ട് ആക്കി എടുക്കാം. അപ്പോൾ സംഭവം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി എത്രമാത്രം ഫീച്ചർ ലോഡഡ് ആവുന്നു അത്രമാത്രം നമുക്ക് എന്താണ് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കില്ല. അപ്പോൾ എവിടെ പോയാലും നമ്മൾ കാറിനകത്തോട്ട് കയറി ഇരുന്നാൽ നമ്മൾ ഇതാണ്ട് ഈ ഒരു സാധനം ഇപ്പം ഈവൻ ഒരു പാട്ട് കേൾക്കാനെങ്കിലും ഉപയോഗിക്കാത്തതായിട്ട് ആരും കാണത്തില്ല. അപ്പോൾ ഒരിടയ്ക്കായിട്ട് നമ്മുടെ വണ്ടികളിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വന്നായിരുന്നു. പക്ഷേ ഇത് തുടങ്ങിയ സമയത്ത് നമുക്ക് നമ്മുടെ ഈ ഒരു ഫോൺ ഡയറക്റ്റായിട്ട് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം നമുക്ക് ഇറങ്ങുന്ന വണ്ടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് എൻഡിലേക്ക് മാത്രമാണ് ഇത് വയർലെസ് ആയിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്ത സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫോണ് കേബിള് വഴി ഇതുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര മെനക്കേടുള്ള പരിപാടിയാണ്. എന്തെങ്കിലും ഫോൺ എടുക്കുക, അതിനകത്ത് വയർ കുത്തുക, ഇവിടെ കണക്ട് ചെയ്യുക, ഭയങ്കര മെനക്കേടുള്ള പരിപാടിയാണ്. അപ്പോൾ തന്നെ ആ മെനക്കേടിനെ കുറച്ചുകൂടെ ഒന്ന് ഈസി ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന ഈ ഒരു കുഞ്ഞൻ സാധനം. വയേർഡ് ആയിട്ടുള്ളതിനെ വയർലെസ് ആക്കാനായിട്ട് നമ്മൾ ഒരു സാധനം വയേർഡ് ആക്കണം. നമ്മുടെ ഈ ഒരു ഡിവൈസ് മാത്രം മതി, ഫോൺ വേണ്ട. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു ഡിവൈസ് ഇങ്ങനെ ഈ ഒരു കേബിൾ വഴി ജസ്റ്റ് നമ്മൾ കുത്തുന്നു. ഇങ്ങോട്ടേക്ക് കുത്തിയതിന് ശേഷം ഈ ഒരു ഡിവൈസിൻ്റെ ബ്ലൂടൂത്ത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ ബ്ലൂടൂത്തുമായിട്ട് പെയർ ചെയ്യണം. കാർലിങ്ക് കിറ്റ് എന്നായിരിക്കും ഇതിൻ്റെ പേര് വരുന്നത്. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ കയറുക. ആൻഡ്രോയിഡ് ഓട്ടോ ആണെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ഇല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ ആണെങ്കിൽ ആപ്പിൾ കാർപ്ലേ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തതിന് ശേഷം യെസ്, സംഭവങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം മെനുവിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണ്, ന്യൂസ്, പോഡ്കാസ്റ്റ്, മാപ്പ്, വാട്സപ്പ്, അതായത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കിട്ടും. ഇനിയിപ്പം വേറെ ഇത് ഉപയോഗിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടൊരു സാധനം കൂടെ പറഞ്ഞേക്കാം. അതായത് നിങ്ങളുടെ വണ്ടിയിൽ ഇപ്പോൾ സിസ്റ്റത്തിൽ ഇൻബിൽട്ട് ആയിട്ട് ഇങ്ങനെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ, വയേർഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇനിയിപ്പം നമ്മൾ മേടിച്ച വണ്ടിയുടെ സിസ്റ്റത്തിൽ ഈ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒന്നും ഇല്ല. അപ്പോൾ നമ്മളല്ലാതെ ഇത് കണക്ട് ചെയ്യാനായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് പറ്റത്തില്ല. പക്ഷേ പിന്നെയും അപ്പം നമുക്ക് വേറൊരു ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ സിസ്റ്റം മാറുമെന്ന് വെച്ചാൽ, അങ്ങനെ നിങ്ങൾ മാറി എടുക്കുന്ന സിസ്റ്റത്തിൽ ഇൻബിൽട്ട് ആയിട്ട് ഈ ഒരു ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് വരും. അതായത് സംഭവം ഇത്രേ ഉള്ളൂ, സിസ്റ്റത്തിൽ ഇൻബിൽട്ട് ആയിട്ട് ഈ ഫീച്ചർ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് കൊണ്ട് യൂസ് വരാൻ പോകുന്നത്. ഈ ഒരു ഡിവൈസിന് ഇപ്പോൾ നിങ്ങൾ ആമസോണിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ 7000 രൂപയോളമാണ് വില വരുന്നത്. അപ്പം നമുക്കറിയാം ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ആരും അത്ര ഒരു കാശൊന്നും മുടക്കാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് അടുത്തായിട്ടൊരു ഓഫർ കിടപ്പുണ്ട്. അതായത് ഇവരുടെ സൈറ്റിൽ നിങ്ങൾ കയറിയിട്ട് നമ്മുടെ റെഫറൽ ഉപയോഗിച്ച് ഈ സാധനം പർച്ചേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4800 രൂപയ്ക്ക് സാധനം കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു വില വരുന്ന സാധനമാണ്, ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നോർത്തിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം ഗീവ് അവേ ഇട്ടത്. നമ്മൾ ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാം എല്ലാം വഴി ആ ഒരു ഗീവ് അവേയുടെ വീഡിയോസ് ഇട്ടായിരുന്നു. അങ്ങനെ നമ്മൾ 5 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. കുറച്ച് പേരെയൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ കുറച്ച് പേരൊന്നും എന്തുകൊണ്ടോ അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് അവർക്ക് നമ്മളെങ്ങനെ പിന്നെ ചെയ്യാനായിട്ടാണ്. പിന്നെ കുറച്ച് പേരൊക്കെ റെസ്പോണ്ട് ചെയ്തു, എന്നാലും ബാക്കി എന്താണ് നമ്മൾ കാലാവസ്ഥയുടെ എന്തൊക്കെയോ ഇത് കാരണമായിരിക്കും പിന്നെയും അവരും ലക്കി അല്ല എന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെ നമുക്ക് ലാസ്റ്റ് 5 പേരിൽ നിന്ന് ലക്കി ആയിട്ടുള്ള ഒരു വിന്നറിനെ കിട്ടി. നമ്മുടെ കോട്ടയത്ത് തന്നെ തിരുവഞ്ചൂരുള്ള കാശി. അപ്പം നമ്മുടെ ഗീവ് അവേ വിന്നർ ഈ നിൽക്കുന്നതാണ്, കാശി എന്നാണ് പേര്. അവൻ നമുക്കിതുണ്ട് ലൈവ് ഗീവ് അവേ നമ്മൾ കൊടുക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് വിളിച്ചു വരുത്താണ്, വീട്ടിലോട്ട് വിളിച്ചു വരുത്തി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പം നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പം നിനക്ക് ഓൾറെഡി ഉണ്ടല്ലോ ആൻഡ്രോയിഡ് ഓട്ടോ, അപ്പോൾ യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ വയേർഡ് ആണല്ലോ, യൂസ് ചെയ്യായിരുന്നു. വയറ് കുത്തി യൂസ് ചെയ്യായിരുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ വയറ് കുത്തി അപ്പം ഫോൺ നമുക്ക് എപ്പോഴും നോക്കുക വേണം. അതെ, ഭയങ്കര പാടായിരുന്നു വയറ് കുത്തുമ്പോഴത്തേക്കിന്. ആൻഡ്രോയിഡ് ഓട്ടോ ആണെന്ന് പറഞ്ഞാൽ ഫോണും കൂടെ നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ഇടയ്ക്ക് ആൻഡ്രോയിഡ് ഓട്ടോ വർക്ക് ആവില്ല വയറ് കുത്തുമ്പോൾ. ഫോൺ അപ്പം ഇടയ്ക്കണം, നമ്മൾ എടുക്കണം. പിന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും ഈ വയറൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കിന്. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അപ്പൊ യൂസ് ചെയ്യുമായിരുന്നു, അതിന്റെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഗീവ് അവേ ഇൻസ്റ്റ വഴിയാണല്ലേ? ഇൻസ്റ്റ നമ്മുടെ റീല് ഡയറക്റ്റ് ആണോ അതോ ഫ്രണ്ട്സ് ആരെങ്കിലും അയച്ചു? ഞാൻ ഡയറക്റ്റ് കാണുമായിരുന്നു. ഞാൻ ഡയറക്റ്റ് കണ്ടിട്ട് ബാക്കി എല്ലാവർക്കും അയച്ചു കൊടുക്കുമായിരുന്നു. ഓക്കെ, ശരി. നമ്മുടെ നിബന്ധനകളുണ്ടായിരുന്നു, നിങ്ങൾ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പം നമ്മളിങ്ങനെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിങ്ങളോട്. അപ്പോൾ കുറച്ച് കമൻറ്റ് ഇട്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ഇട്ട് നമ്മൾ അവരുടെ പ്രൊഫൈലിൽ പോയി നോക്കുമ്പോഴത്തേനും അവരുടെ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസും കാണത്തില്ല. അപ്പോൾ നമുക്ക് അവരെ വിളിക്കാനായിട്ടൊരു മാർഗ്ഗം ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ കമൻറ്റിന് പോയിട്ട് റിപ്ലൈ കൊടുക്കും. കാര്യം അവർ റെസ്പോണ്ട് തിരിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യത്തില്ല. അപ്പം നിങ്ങളൊരു ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷവും ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നിൽക്കുക. കാര്യം നമ്മൾ ബന്ധപ്പെടുമ്പോൾ തന്നെ നിങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു സാധനമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ തിരിച്ച് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് വേറൊരാൾക്ക് പോകുന്നത്. ഇനി അപ്പോൾ ഇത്തവണത്തെ യോഗം നിനക്കായിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു സാധനം ഇപ്പം നീ ഇതിന് മുന്നേ ഏതെങ്കിലും സൈറ്റിൽ കയറിയിട്ട് വല്ല മേടിക്കാൻ നോക്കിയിട്ടുണ്ട്? അത് ഞാൻ നോക്കിയിട്ടുണ്ട്. 1000 രൂപയുടെ ഒക്കെ ഇതുണ്ട് കുറഞ്ഞത്. പക്ഷെ നമുക്ക്
അതിന്റെ റേറ്റിംഗ് നോക്കുമ്പോഴത്തേന് ഭയങ്കര മോശം റേറ്റിംഗ് ഒക്കെ കാണിച്ചേക്കുന്നത്. മേടിച്ചിട്ടില്ല, ജസ്റ്റ് നോക്കിയായിരുന്നു. അപ്പൊ റേറ്റിംഗ് കണ്ടപ്പോഴത്തേന് പിന്നെ വേണ്ടെന്ന് വെച്ച്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പൊ ഇതുണ്ട്, ഈ ഒരു സാധനം കിട്ടിയില്ല, പിടിച്ചോ. അപ്പൊ കൊണ്ടുപോവാ, ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് ഇനി ഇപ്പൊ നീ സത്യം പറഞ്ഞ് ഉപയോഗിച്ചില്ല ഇതുവരെ. അപ്പൊ യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് പറയാ. പിന്നെന്താണ്, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഹാപ്പി അല്ലേ? പിന്നെ ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ഗീവ് അവേയുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഈ ഒരു സാധനം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഇല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഇല്ല, പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും കാണുമല്ലോ, അപ്പോൾ അവരുടെ ഇങ്ങനെ ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേയൊക്കെ വയേർഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. ഇങ്ങനത്തെ ഒരു ടൂളൊക്കെ ഉണ്ടെന്ന് അവരും കൂടെ അറിയട്ടെ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട്. അത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.